നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിമിൻ്റെ മാച്ച് റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫോറസ്റ്റ് 2 യുണൈറ്റഡ് 2. യുണൈറ്റഡിൻ്റെ അടുപ്പിച്ചുള്ള 3 വിജയങ്ങൾക്ക് ശേഷം നാലാമത്തെ ഗെയിം, വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കണ്ടിരുന്ന നാലാമത്തെ ഗെയിം ഫോറസ്റ്റുമായിട്ടുള്ളത് സമനിലയിൽ കലാശിച്ചിരിക്കുകയാണ്. സോ ഈ സമനില എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് അതൊരു പരാജയം പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഗെയിമോടുകൂടി നമുക്കൊരു 2 പോയിന്റ്സ് ലോസ്റ്റ് എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. അല്ലാതെ ഒരു പോയിന്റ് സമനിലയിലൂടെ ഒരു പോയിന്റ് നേടി എന്നുള്ളൊരു ഫീൽ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു കളിയായിരുന്നു ഇന്നലെ കഴിഞ്ഞത്. സോ വളരെയധികം നിരാശയോടുകൂടിയാണ് ഫാൻസ് ഈ കളി കണ്ടത്. കാരണം നമുക്കറിയാം, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ റെലഗേഷൻ ഫൈറ്റ് നിൽക്കുന്ന ടീമാണ്. അപ്പം അങ്ങനത്തെ ഒരു ടീമിനെതിരെ ഒരു സമനില വഴങ്ങുക എന്ന് പറഞ്ഞത് നമ്മുടെ ഫാൻസിന് അത് ഭയങ്കരധികം നിരാശ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ കഴിഞ്ഞ 3 ഗെയിംസിന് ശേഷം പല ആൾക്കാരും ഇതണക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. പല ആൾക്കാരുടെ വീഡിയോ പല ചാനൽസിലേക്ക് ലൈക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടേൺ ദ കോർണർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് എനിക്ക് കാണാനിടയായി. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വന്നിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഐ സ്റ്റിൽ ബിലീവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇസ് വർക്ക് ഇൻ പ്രോഗ്രസ് ടീം. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടീമല്ല, എന്താ പറയുക, ഒരു ലീഗ് ടൈറ്റിൽ അടിക്കാൻ പാകത്തിന് വളർന്നിട്ടുള്ള ഒരു ടീമൊന്നുമല്ല. ഇറ്റ്സ് എ വർക്ക് ഇൻ പ്രോഗ്രസ് ടീം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വന്നു, പ്രതാപം എത്തിപ്പെട്ടു എന്നൊന്നും ചിന്തിക്കാനായിട്ടുള്ള ഒരു ലെവലിൽ നമ്മളായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാരണം വി ആർ സ്റ്റിൽ ദെയർ. നമ്മളത് അതിൻ്റെ കാര്യങ്ങളായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ആർ മേക്കിംഗ് ദ റൈറ്റ് വേവ്സ് ആൻഡ് മേക്കിംഗ് ദ മൂവ്സ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അത് ശരി തന്നെയാണ്. ആൾക്കാരിൽ അത് പ്ലേയേഴ്സിൻ്റെ മാനസികാവസ്ഥയൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവരുടെ എന്താ പറയുക, ഗെയിമിനോടുള്ള ഒരു രീതിയും എല്ലാം ഒത്തിരി ചേഞ്ച് ചെയ്തു കഴിഞ്ഞ സീസണിൽ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ സ്റ്റിൽ എ വർക്ക് ഇൻ പ്രോഗ്രസ് ടീം ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ വി വെയർ ഇൻ കൺട്രോൾ. അത്യാവശ്യം നമ്മുടെ പൊസിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ വി വെയർ ഇൻ കൺട്രോൾ ഓഫ് ദ ഗെയിം. പക്ഷേ കൂടുതൽ അറ്റാക്കിങ്ങും ഷോട്ട്സ് ഓൺ ടാർഗറ്റും ഷോട്ട്സ് അറ്റംപ്റ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇവർ തന്നെയാണ്, ഫോറസ്റ്റ് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്യാവശ്യം പൊസിഷനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് വി വെയർ പ്ലേയിങ് ആ ഗെയിം. പിന്നെ 34ാമത്തെ മിനിറ്റിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അതും ഒരു ലക്കി ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോർണർ കിക്കുന്നതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്ന ആ ബോൾ അങ്ങനെ ഫുള്ളായിട്ട് പുറത്ത് പോയിട്ടില്ല. ദാറ്റ് ഇസ് എ റെഫറീസ് മിസ്റ്റേക്ക് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പിന്നെ റെഫറിക്ക് അത് കാണാൻ പറ്റത്തില്ല, അത്രയും ഫൈൻ മാർജിൻസിലാണ് അത് കാണുന്നത്. സോ അത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മേ ബി ആ ലൈൻ്റെ അകത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. അല്ലാതെ അത് കാണുമ്പോൾ നോർമൽ ലെവലിൽ കാണുമ്പോൾ അത് പുറത്ത് പോയത് കണക്കാണ്. ബട്ട് ലൈക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഇൻ എന്നുള്ള ഇതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു കോർണറിൽ നിന്നും കസമീറോ ഹെഡ് ചെയ്തിട്ട് നമുക്ക് ഗോൾ നേടുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വളരെയധികം കൺട്രോളിൽ നമ്മളത് അവസാനിപ്പിക്കുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞൊന്ന് ആ ഒരു താളം തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേന് 2 ഗോൾ അടുപ്പിച്ച് 2 മിനിറ്റ്സിൽ 2 ഗോള് നേടി ഫോറസ്റ്റ് നമ്മളുള്ളൊരു മേൽക്കൈ നേടുകയാണ് കണ്ടത്. സോ ഈ ഒരു കൊളാപ്സിൻ്റെ കാര്യം ലാപ്സ് ഇൻ കോൺസെൻട്രേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എപ്പോഴും സംഭവിക്കുന്ന ഇതാണ്, ലൈക്ക് എതിർ ടീമുകൾ കളിക്കുമ്പോൾ അവർ ഭയങ്കര അധികം ഒരു രീതിയിൽ ഓപ്പൺ പ്ലേയിലും അങ്ങനെയൊന്നും അല്ല ഗോൾ അടിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് കളിക്കുമ്പോൾ വളരെയധികം ഈ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സും ഫ്ലോപ്പി ഗോൾസ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വഴങ്ങുന്നത്. സോ അതുപോലെ തന്നെയാണ് ഈ 2 ഗോളും സംഭവിച്ചത്. ഈ ഗോളിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യാം. ലൈക്ക് ഒരു പ്ലെയറിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാരണം വരുന്നുണ്ട്. സോ അങ്ങനെ 2 ഗോൾ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ സമയം പോയിന്റ് ടേബിളിൽ സെക്കൻഡിലേക്ക് എത്തിപ്പെട്ട് ടീം നിൽക്കുന്നപ്പോൾ അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഹാഫ് നമ്മൾ നിന്നത്. പക്ഷേ അവർ 2 ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടേബിളിൽ ഡൗൺ ആയി, പ്ലെയേഴ്സ് ഫുള്ള് ഡെസ്പറേറ്റ് ആയി. അങ്ങനെ കളി ഒരു വല്ലാത്തൊരു ലെവലാണ്. ഫാൻസൊക്കെ ആണെങ്കിലും വളരെയധികം ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബ്രൂണോടെ ഒരു ലോങ് റേഞ്ചർ പോസ്റ്റിൽ തട്ടി തിരിച്ചു വരുന്നു. ആ റീബൗണ്ട് കാസമീറോ അടിക്കുന്നത് സ്ലൈറ്റ്ലി പുറത്തു പോകുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം. പിന്നെ ഹഡ്സൺ ഒഡോയ്ക്ക് ഒരു ചാൻസ്, ഞാനത് വിചാരിച്ചത് ഗോളാണെന്നാണ് വിചാരിച്ചത്. ആ ഗോൾ കയറിയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചുവരവ് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്ലൈറ്റ് മാർജിനിൽ ആ ഗോൾ പുറത്തു പോവുകയും ചെയ്തു ഹഡ്സൺ ഒഡോയുടെ. അപ്പോൾ പിന്നെ അതിനുശേഷം ലാസ്റ്റാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അമാദിൻ്റെ ഗോൾ 81st മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചടിക്കുന്നു. വോട്ട് എ സൂപ്പർ ഗോൾ, കിടിലം ഗോളായിരുന്നു.
അപ്പം ഈ ഗെയിമിൻ്റെ കുറച്ച് ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് ഈ വിങ്ങിൽ കളിക്കുന്ന ആൾക്കാർ, ഈ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ മുമ്പായിരുന്നു ഈ വിങ്ങേഴ്സ് 1-on-1 പ്ലേയേഴ്സിൻ്റെ അടുത്ത് അവർ ബീറ്റ് ചെയ്ത് പോയി അങ്ങനെയൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു ഗെയിമിൽ ഈ 1-on-1 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്ത് പോയിട്ട് ക്രോസ് കൊടുക്കുകയോ അങ്ങനെ ചെയ്യുന്നതായിട്ട് വളരെയധികം ഇതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ ഗെയിമിലും അത് വളരെയധികം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുമ്പോട്ട് പോവുക, പിന്നെ തിരിച്ച് ബാക്കിലോട്ട് പാസ് കൊടുക്കുക, അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് വളരെയധികം എന്താ പറയുക, ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ആസ്പെക്ട് തന്നെയായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ അമ്മാദിനും ഈ ഒരു സംഭവത്തിൽ ഭയങ്കര രീതിയിൽ എഫക്റ്റ് ചെയ്തു. 1-on-1 ഒന്നും എടുക്കുന്നില്ല, പ്ലെയേഴ്സിനെ ബീറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മാദ് ആക്ച്വലി ആട് പുവർ ഗെയിം ഇന്നലെ. പക്ഷേ ലാസ്റ്റത്തെ ആ ഒരു ചാൻസിലാണ് ഗോൾ അടിക്കുന്നത്. സോ അമറും അമാദിനെ കീപ്പ് ചെയ്തതിൻ്റെ അകത്തുനിന്നുള്ള ഒരു ബെനിഫിറ്റാണ് ആ ലാസ്റ്റ് ഗോൾ. പക്ഷേ അതുവരയ്ക്ക് അമാദിൻ്റെ പെർഫോമൻസ് ആക്ച്വലി വളരെ മോശം തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം എന്താ പറയുക, ഡിയോഗോ ഡാലോ ആണ് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ. നമ്മൾ കഴിഞ്ഞ കുറച്ച് സീസണിലായിട്ട് കാണുന്നതാണ് പല ഗെയിംസ്. ഞാൻ പ്രത്യേകിച്ച് ഡാലോനെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡാലോയുടെ ഡിഫെൻസീവ് മൈൻഡ് അതെന്ന് പറഞ്ഞാൽ വളരെ പുവറാണ്. പിന്നെ ഇന്നലെയൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പ്ലെയറിനെ എന്ന് വെച്ചാൽ ലോങ് പാസ് കിട്ടുമ്പോൾ ഡാലോ നോക്കി നിൽക്കുകയാണ്. ഡാലോനെയൊക്കെ ബീറ്റ് ചെയ്ത് പ്ലെയർ കയറിപ്പോയി അവിടുന്ന് ക്രോസ് കൊടുക്കുന്ന സമയം ഡാലോ പതുക്കെ ജോഗ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ലൈക്ക് ഒരു ഡിഫെൻസീവ് മൈൻഡ് ഇല്ലാത്തൊരു പ്ലെയർ. പിന്നെ അതിനുശേഷം അവയർനെസ് ഇല്ല, ഡിഫെൻസീവ് അവയർനെസ് ഇല്ല. ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെയധികം ദുഃഖിക്കും. കാരണം സില്ലി മിസ്റ്റേക്സ് ആണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എതിർ ടീം അവരുടെ വിങ്ങേഴ്സൊക്കെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും വേറെ ടീമിൻ്റെ പ്ലേയേഴ്സൊക്കെ ആകുമ്പം അത് എന്താ പറയുക, ക്രോസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒന്നുമില്ലെങ്കിൽ കാല് വെച്ച് ബോഡി വെച്ചിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഡാലോനെ ഏത് പ്ലെയർ ഇതാണ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാലും ഡാലോ അത് മിസ് ചെയ്യും. ഡാലോനെ കടത്തി ആൾക്കാർ ക്രോസ് ചെയ്തു, ഒരു ക്രോസ് പോലും അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല. പിന്നെ ഡിഫെൻസീവ് മൈൻഡ് ഒട്ടുമില്ല, പ്ലെയേഴ്സിനെ 1-on-1 എടുക്കുന്നില്ല. പിന്നെ അങ്ങനെ ഭയങ്കര മോശമാണ്. ഡാലോയുടെ ഇഷ്യൂവിൽ നിന്നും ഫോൾസിൽ നിന്നിട്ട് ഇതണക്ക് ഒത്തിരി ഗോൾസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സീസണിലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പല ഗോളുകൾ നോക്കുമ്പോൾ ഡാലോ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സിൻ്റെ അകത്ത് നിന്ന് ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ പുവർ സബ്സ്റ്റിറ്റ്യൂഷൻസ്, മൗണ്ട് ഇറങ്ങിയിട്ടില്ല, സെർക്സി, മെയിനു, ഇവർ മൂന്നുപേരും ഇറങ്ങിയിട്ടില്ല. നമ്മൾ ചേസ് ചെയ്യുന്നൊരു ഗെയിമാണ്. അപ്പം ആ സമയത്ത് ഫോർവേഡ് പ്ലെയേഴ്സും അല്ലെങ്കിൽ മിഡ്, പ്രത്യേകിച്ച് ഇന്നലെ കുറേ പ്രാവശ്യം നമ്മൾ മിഡ് ഓപ്പണായി കാണപ്പെട്ടു. അവരുടെ ടീം നല്ല രീതിയിൽ മോർഗൻ ഗിബ്സ് ഒക്കെ ആണെങ്കിലും ആ ഒരു മിഡ് ഒക്കെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻസും ഈ മെയിനായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടന്നില്ല. മെസറായും പിന്നെ ഡിയോഗോ ഡാലോനെ മാറ്റിയിട്ട് ഡോർഗു ആണ് വന്നത്. ഇതെല്ലാം ഡിഫെൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരു ചേസ് ചെയ്യുന്ന ഒരു ടീം എന്തുകൊണ്ട് അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആ ഫ്രണ്ടിലേക്ക് കൂടുതൽ ആൾക്കാരെ ഇടുന്നില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കാരണം അവർ ലോ ബ്ലോക്കിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി നീഡ് മോർ പ്ലെയേഴ്സ് അപ്പ് ഫ്രണ്ട് ടു സ്കോർ. പക്ഷേ അമറും അത് ചെയ്തിട്ടില്ല. സോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് പോയിന്റ് ലെവലിൽ താഴോട്ട് പോയി അങ്ങനെ ഇതായിട്ട് നിൽക്കുവാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വി ആർ സ്റ്റിൽ അൺബീറ്റൺ. ഇതൊരു തോൽവി പോലെ തോന്നുമെങ്കിലും ലൈക്ക് വി ആർ സ്റ്റിൽ അൺബീറ്റൺ ഈ ഒരു ഗെയിമോട് കൂടി. ഉറപ്പായിട്ടും അടുത്ത ഗെയിമിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ആക്ച്വലി ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഡ്രോയിലൂടെ വന്നത് നമുക്ക് നല്ല ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊരു തോൽവിയായിരുന്നെങ്കിൽ അത് വീണ്ടും നമ്മളെ ഒത്തിരി പുറകോട്ട് കൊണ്ടുപോയാണ്. പക്ഷേ ഒരു ഡ്രോ വന്നപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി. അപ്പോൾ നമ്മളൊന്ന് ഇതായിട്ടുണ്ട്, ഷോക്ക് കിട്ടി, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത കുറച്ച് ഗെയിംസിന് അത് പ്രചോദനം ചെയ്യട്ടെ. ആൻഡ് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. അടുത്ത ഗെയിം സ്പേഴ്സുമായിട്ടാണ്. അപ്പോൾ ആ ഗെയിം ഉറപ്പായിട്ട് നമുക്ക് ജയിച്ചേ മതിയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നു. സോ ലെറ്റ്സ് ഹോപ്പ് ദറ്റ് വി ഗെറ്റ് ദിസ് വിൻ അഗെയിൻസ്റ്റ് ടോട്ടൻഹാം നെക്സ്റ്റ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പ്ലീസ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ I request you to kindly subscribe to our channel and press the bell icon to receive updates. So നിങ്ങളെല്ലാവരും നിങ്ങൾക്കൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് എ ലൈക്ക് ടു ദിസ് വീഡിയോ so that this video gets circulated to more people. So thank you so much. Thanks for supporting. Take care. Bye.